പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രഭാതം. ഇന്നത്തെ സുവിശേഷം ചെറുതാണ്, വളരെ മനോഹരമാണ്. ഏറ്റവും വലിയ വിത്ത്, ദൈവരാജ്യത്തിലെ വിത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കടുകുമണിയാണ്. ഈശോ കടുകുമണി എടുത്താണ് ഉദാഹരണം പറഞ്ഞത്. കടുകുമണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ, പൊന്നു സഹോദരങ്ങളെ, ഒരു ഇച്ചിരിയെങ്കിലും നന്മ നമ്മൾ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരും. അത് വളർന്നാലോ, നീ ഒരു ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, അനേക പക്ഷികൾ നിന്റെ ശിഖരത്തിൽ വന്ന് റെസ്റ്റ് എടുക്കാൻ തുടങ്ങും. നിന്നോടൊന്ന് സംസാരിച്ചാൽ ആശ്വാസം കിട്ടുമെന്ന് മനസ്സിലാവും. നിനക്കൊരു കടുകുമണിയോളം ദൈവരാജ്യാനുഭവം ഉണ്ടായാൽ ആ കടുകുമണി വെറുതെ ഇരിക്കത്തില്ല, പിന്നീട് അത് വളരും. സ്വർഗത്തിലെ നിധി അതാണ്. സ്വർഗത്തിലെ ഒരു അംശം കിട്ടിയാൽ മതി, അത് ഭയങ്കര അനുഗ്രഹമാകും. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം, ഒരു കടുകുമണി പോലെയെങ്കിലും നന്മ എന്നിലുണ്ടല്ലോ. അതിൽ നമുക്ക് ദൈവത്തിൽ അഭിമാനം കൊള്ളാം. അത് വളർന്നോളും കേട്ടോ. ശക്തമായി മുന്നോട്ട് പോകാം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവരോട് പറയാൻ നിന്നുള്ള കടുകുമണി പോലുള്ള വിശ്വാസത്തിന് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.